വെട്ടിയാർ പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെ 10ാമതേ മഹോത്സവത്തിന് 14-ന് തുടക്കം കുറിക്കും. 23 വരെ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് മഹോത്സവം നടക്കുക. 22-ന് 6ാമത് പള്ളിയറക്കാവിലമ്മ പുരസ്കാര സമർപ്പണ സമ്മേളനം നടക്കും. വെട്ടിയാർ പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെ 10ാമതേ മഹോത്സവത്തിന് 14-ന് തുടക്കമാകും. 23-ാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 NSS കരയോഗ അടങ്ങുന്നതാണ് വെട്ടിയാർ NSS കരയോഗ സമിതി. ഈ 7 കരകളിൽ നിന്നുള്ള കെട്ടുകുതിരകൾ, അതേപോലെ തന്നെ ഹൈന്ദവ സമിതിയുടെ നേതൃത്വമുള്ള ശ്രീമുരുക കെട്ടുകാഴ്ചയും മാങ്കാമുടി യുവജന സമാജത്തിൻ്റെ നേതൃത്വത്തിലുള്ള കലാരൂപവും പാറക്കുളങ്ങരയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന നന്ദികേശ കലാരൂപവും അതേപോലെ രാമനല്ലൂർ കെട്ടുത്സവ സമിതിയുടെ നേതൃത്വത്തിലുള്ള നന്ദികേശ കലാരൂപവും ഉൾപ്പെടെ 11 വലിയ കെട്ടുകാഴ്ചകൾ, അതിനോടൊപ്പം മറ്റ് കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ചെറിയ കെട്ടുകാഴ്ചകളും അടങ്ങുന്ന നമ്മുടെ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചകളുടെ ഒരു അവലോകന യോഗം ബഹുമാനപ്പെട്ട MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ട് ഈ 11-ാം തീയതി നമ്മുടെ സംയുക്ത സമിതി ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ നമ്മുടെ അവലോകന യോഗം 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പൊതുവെ അറിയപ്പെടത്തക്കവണ്ണം പ്രവർത്തിച്ചു വന്ന കലാകാരന്മാരായിട്ടുള്ള വെട്ടിയാർ PK, അതേപോലെ തന്നെ അധ്യാപന രംഗത്തും പൊതുസമൂഹത്തിലും മാതൃകയായിട്ട് നിന്ന പഴയൊക്കെ രാഘവപിള്ള സാറ്, ശില്പചാതുര്യം നല്ലവണ്ണം നടത്തി വന്ന മാധവനാശാരി, അതേപോലെ വെട്ടിയാർ പ്രേംനാഥ്, നമ്മുടെ നാടൻപാട്ടിൻ്റെ ആചാര്യന്മാരിൽ ഒരാൾ വെട്ടിയാർ പ്രേംനാഥ് എന്നിവരുടെ സ്മരണാർത്ഥം നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി അഥവാ സംയുക്ത സമിതി എല്ലാ വർഷവും ആ മേഖലകളിൽ മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ നമ്മൾ യോഗം സംഘടിപ്പിച്ച് ആ യോഗത്തിൽ തന്നെ ആദരിക്കുന്നുണ്ട്. ഇപ്രാവശ്യവും അതേ നേരം പള്ളിയറക്കാവിലെന്ന പുരസ്കാരം ഇപ്രാവശ്യവും നമ്മൾ അതേപോലെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിലെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റ് വിവിധ രംഗങ്ങളിൽ ശോഭിച്ചിട്ടുള്ള മറ്റ് പ്രശസ്ത വ്യക്തികളെയും നമ്മൾ ആചരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ പ്രവീൺ റവങ്കര, G രാജേഷ്, അതുപോലെ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ, ശ്രീകാന്തിൻ്റെ അമ്മ ശ്രീമതി ശോഭന, അതേപോലെ തന്നെ ഹിമാലയം ഇപ്പോൾ കീഴടക്കിയിട്ടുള്ള മോൻസി ജോണ്, പിന്നെ നമ്മുടെ പുഷ്പാകരൻ, അദ്ദേഹം നല്ലൊരു വാസ്തുവും നല്ലൊരു എഞ്ചിനീയറും, അദ്ദേഹം ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുള്ളതാണ്. വിവിധ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ കലാപരിപാടികളും നടക്കും. തിരുവാതിര, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, സിനിമാറ്റിക് ഡാൻസ്, തിരുവാതിര ഫ്യൂഷൻ, ഡാൻസ് നൈറ്റ്, കുത്തിയോട്ടപ്പാട്ടും ചൂടും, സംഗീത സദസ് എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 22-ന് 6ാമത് പള്ളിയറക്കാവിലമ്മ പുരസ്കാര സമർപ്പണ സമ്മേളനം നടക്കും. NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. റാഫി രാംനാഥ്, പാർവതി നൂർനാട്, വെട്ടിയാർ ദിലീപ് കുമാർ, രാജീവ് കോയിക്കൽ എന്നീ പ്രതിഭകളെ 6ാമത് പള്ളിയറക്കാവിലമ്മ പുരസ്കാരം നൽകി ആദരിക്കും. ആദരവ് 2025-ന് അർഹരായ ഡോക്ടർ പ്രവീൺ ഇറവങ്കര, ശ്രീകാന്ത് വെട്ടിയാർ, ശോഭന, രാജേഷ് വെട്ടിയാർ, ജോൺ C. ജോൺ, ഡോക്ടർ S. പുഷ്പാകരൻ എന്നിവരെ ആദരിക്കും. 23-ന് രാവിലെ പ്രഭാതഫേരി, പള്ളി ഉണർത്തൽ, 4:30-ന് നിർമാല്യ ദർശനം, 5:30-ന് അഷ്ടദ്രവ്യ ഗണപതി ഹവനം, 6 മണി മുതൽ സോപാന സംഗീതം, 8 മണിക്ക് ഭാഗവത പാരായണം, 9-ന് കലശപൂജ, കലശാഭിഷേകം, 10:30-ന് ശ്രീഭൂതബലി, വൈകിട്ട് 3 മണിക്ക് തിരുമുമ്പിൽ വേലകളി, 3:30-ന് വേലക്കെഴുന്നള്ളിപ്പ്, 5:30-ന് ചരിത്രപ്രസിദ്ധമായ കെട്ടുകാഴ്ച വരവേൽപ്പ് എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ NSS കരയോഗം സംയുക്ത സമിതി പ്രസിഡന്റ് N. ഗോപാലകൃഷ്ണക്കുറുപ്പ്, സെക്രട്ടറി സുജിത്ത് വെട്ടിയാർ, വൈസ് പ്രസിഡന്റ് വിജയൻപിള്ള, സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.